ഇത് സെയിം പേഴ്സന്റെ ബാക്ക് സൈഡാണ്. ഇത് ഫ്രണ്ട് സൈഡും ഇത് ബാക്ക് സൈഡുമായിട്ട് നമ്മൾ കണക്കൂട്ടുന്നു. ഈ റൗണ്ട് ഒരു മുഖം കണ്ടില്ല, കണ്ണു മൂക്കൊക്കെ ഉണ്ട്. അതിന്റെ നേരെ വളർച്ചയിൽ ഒരു ആനയുടെ ചിത്രമുണ്ട്. ഇവിടെ മുകളിൽ ഒരു സ്ത്രീയും കുട്ടിയും കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഒരു സ്ത്രീയും ഒരു കുട്ടിയും കൈ പിടിച്ച് നിൽക്കുന്നു. ഇവിടെ ഒരു റൗണ്ട് ഉണ്ട് ഈ മൂല ഇവിടെ. അത് സൂര്യൻ, പണ്ട് കാലത്ത് ജനങ്ങൾ ദൈവമായിട്ട് ആരാധിച്ചിരുന്ന സൂര്യൻ. സൂര്യന്റെ മുകളിൽ ഒരു 2 ലൈൻ അങ്ങനെ മേലോട്ട് പോകുന്നത് ഒരു പീക്കോക്ക്, ഒരു മയിലിന്റെ മേലെ ഹെഡ് മേലെ. അവിടെ നമ്മൾ ലാഡർ പോലെ കാണുന്നത് ഒരു ഉന്തുവണ്ടിയുടെ പുഷ്കാട്ട് വെഹിക്കിള്. അതിന്റെ നടുക്ക് 2 ചെറിയ വീലുകളുണ്ട്. ആ പുഷ്കാട്ട് വെഹിക്കിൾ വരാൻ കാരണം പറയപ്പെടുന്നത് ഇതാണ്. 6000 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് 4000, 3000, 2000 അങ്ങനെ സ്റ്റെപ്പായിട്ട് ജനങ്ങൾ താമസിച്ചിരുന്ന പറയപ്പെടുന്നത്. ഇവിടെ ഒരു ലേഡി ഫിഗർ ആണ്. നമ്മൾ ഈ വാർലി ആർട്ട് എന്നൊക്കെ പറയുന്ന തരമുള്ള ഒരു സ്ത്രീ രൂപമാണ്. ഇങ്ങോട്ട് ആ സമയത്ത് അവരുടെ മെയിൻ ഒരു സ്ത്രീ ഇങ്ങനെ കാരൊക്കെ ക്രോസ് ചെയ്തിരിക്കുന്നത് അമ്പും വില്ലും പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്ത്രീ ഉന്തുകൊണ്ടിൽ നിൽക്കുന്നു. ഡിഫറെന്റ് കാല ഇതാണ്. ഇതൊരു 3000ഓളം വർഷത്താണ് ഇതിന് പഴക്കം പറയപ്പെടുന്നത്. ഇതേ സമയത്ത് ഇവർ ഉപയോഗിച്ച വെപ്പൺസിന്റെ ഒക്കെയാണ് നൈഫ്, ബോവാൻഡ് ആരോ, സ്റ്റോൺ ആക്സ്. അപ്പൊ ഇത്തരം വെപ്പൺസ് ഉപയോഗിച്ച് അവർ ഹണ്ടിങ് ഒക്കെ ചെയ്തുകൊണ്ടാണ് സ്റ്റോൺ ഏജ് സമയത്തുള്ള ജനങ്ങൾ താമസിച്ചതെന്ന് നമ്മൾ പറയപ്പെടുന്നത്. അവിടെ 2 ലിപികളുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴും നമുക്ക് വായിക്കാൻ പറ്റുന്നത് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് പല പുലി താത്താക്കാരി വേടും കൂമടി കച്ചപ്പനും ശക്തിന് പല പുലിയെ കൊന്ന ധൈര്യശാലിയായ ഒരു നേതാവ് ഗുഹയിൽ താമസിച്ചിരുന്നു എന്നാണ്. 2000 മുതൽ 2500 വർഷം കരകാട്ടം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആട്ടക്കോലങ്ങളെ സമയത്ത് അവർ ഉപയോഗിച്ചെന്ന് പറയുന്നത്. താഴെ ആട്, മേലെ അക്രൗണ്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ചിത്രം